ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നത്തെ പത്രം വായിച്ച് ഞാൻ കുറെ നേരം ചിന്തിച്ചു, പിന്നെ കുറെ നേരം കരഞ്ഞുപോയി. അക്ബർ സിംഹത്തെയും സീതാ സിംഹത്തെയും ഒരു കൂട്ടിലടക്കരുത് എന്ന് പറഞ്ഞിട്ട് VHPയുടെ ഒരു പ്രസ്താവന നോക്കണം നിങ്ങൾ. സിംഹത്തിന് ഇണചേരാൻ വേണ്ടി ഒരു ആണും പെണ്ണും വേണം. അതിന് പറ്റിയ ആണ് അക്ബർ എന്ന് പേരിട്ട ആൺസിംഹമാണ് എന്നും ആ ഇണചേരേണ്ടതായ അതിന് ആവശ്യമുള്ള പെൺസിംഹം സീതയാണ്, സീത എന്ന് പേരിട്ട സിംഹവുമാണ് എന്ന് ബോധ്യപ്പെട്ടതിനാൽ അതുമായി ബന്ധപ്പെട്ട അതോറിറ്റിക്കാര് ബംഗാളിലെ ഒരു കൂട്ടില് ഈ രണ്ട് സിംഹത്തെയും കൂടി പാർപ്പിച്ചപ്പോൾ ആ സിംഹങ്ങളെ ഒരേ കൂട്ടിൽ പാർപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം ഭീതിയുണ്ട്. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞ് ഒരു നിയമം പാസ്സാക്കപ്പെട്ടു കഴിഞ്ഞു. അതേ രീതിയിലേക്ക് മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ പോകണം എന്ന് കേന്ദ്രം ഭരിക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായി. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യമാണ്. ഇലക്ട്രോറൽ ബോണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വിൽക്കാൻ അധികാരം കൊടുത്ത് ജനങ്ങളുടെ ജനാധിപത്യം പൈസ കൊടുത്തു വാങ്ങുന്ന ഒരവസ്ഥ 5 കൊല്ലമായി നാട്ടിൽ തുടരുകയാണ്. പക്ഷേ അൽഹംദുലില്ലാഹ് ചെറിയൊരു ആശ്വാസമാണെങ്കിലും മെനിയാന്ന് സുപ്രീം കോടതി ആ ഇലക്ടോറൽ ബോണ്ട് ഇറക്കുന്നതിനെ ശക്തമായി എതിർത്തു. അത് പാടില്ല, നിർത്തിവെക്കാൻ പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് നേടേണ്ടവർക്ക് ഒരുപാട് കാലങ്ങൾക്ക് വേണ്ടത്ര അവര് നേടിക്കഴിഞ്ഞു. അല്ലാത്തവർക്ക് ഏതെങ്കിലും വക കിട്ടാനുള്ളതൊക്കെ തടയാനുള്ള പ്രവർത്തനങ്ങളും കേന്ദ്രം ഭരിക്കുന്നവര് ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ജനാധിപത്യം അപകടത്തിലാണ്. നമ്മുടെ ഫെഡറലിസമോ അത് അതിലും വലിയ അപകടത്തിലാണ്. കാരണം ഏത് പാർട്ടിയാണ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് അതിനനുസരിച്ച് അവർക്ക് GST പ്രകാരം കിട്ടേണ്ട നികുതിയും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട മറ്റുള്ള ആനുകൂല്യങ്ങൾ മാത്രമല്ല അവകാശങ്ങൾ വരെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഏതാണ് എന്ന് നോക്കി കൊടുക്കുകയും പിടിച്ചു വെക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ഫെഡറലിസത്തെ തകർക്കുകയാണ്. എന്നാൽ നമ്മുടെ മതേതരത്വം അതിലും വലിയ അപകടമാണ്. ഏക സിവിൽ കോഡ് വരുന്നതോടുകൂടി നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞ സെക്യുലറിസം ഇല്ലാതാവുകയാണ്. മാത്രമല്ല ആർട്ടിക്കിൾ 25 നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിൽപ്പെട്ട നമ്മുടെ മതസ്വാതന്ത്ര്യം അങ്ങേയറ്റം ഭീഷണി നേരിടുകയാണ്. എവിടേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ വളരെയധികം വേദനയോടെ അല്ലാതെ ഓർക്കാൻ സാധിക്കാത്ത അവസ്ഥ. ഇവിടെയാണ് പള്ളികൾ നൽകേണ്ട മെസ്സേജ് എന്താണ് എന്നല്ലേ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നല്ല സൗഹൃദത്തിൽ സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ അതാണ് ഈ നാട്ടിലുണ്ടാകേണ്ടത്. അതിന് നേതൃത്വം നൽകാൻ നമ്മുടെ പള്ളികൾക്കും ഇമാമിങ്ങൾക്കും ഖത്തീബുമാർക്കും അതുപോലെ ഖാദിമാർക്കും ഒക്കെ ഖാദി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമല്ല. അത്തരം ദൗത്യങ്ങൾ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 8 മണിക്ക് പോകണം. പ്രിയപ്പെട്ടവരെ, ഈ നമുക്ക് പള്ളിക്ക് സ്ഥലം തന്ന ഹാരിസ് ഖാനല്ലേ പറഞ്ഞിരുന്നത്? എവിടെ? അൽഹംദുലില്ലാ. ഹാരിസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിച്ചത് ദുനിയാവ് എന്ന് പറഞ്ഞ ഒരു കൃഷിയിടമാണ്. അവിടെ കൃഷി ചെയ്യേണ്ടതാണ്. എന്ത് കൃഷിയാ ചെയ്യേണ്ടത്? മനുഷ്യന്മാർക്ക് ആവശ്യമുള്ള എല്ലാ കൃഷിയും ചെയ്യണം. കച്ചവടത്തെക്കാളും ഇസ്ലാം 1-ാം നമ്പർ മുൻഗണന നൽകുന്നത് കൃഷിക്കാണ്. എന്നാൽ ഹാരിസ് എന്ന് പറഞ്ഞാൽ തന്നെ കൃഷി ചെയ്യുന്ന ആള് എന്നാണ്. ദുന്യവിയായ കൃഷി അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണ് ഹാരിസ് ഖാൻ ചെയ്യണത്? കൃഷിയാണോ? എന്നാൽ ആഖിറത്തുക്ക് വേണ്ടിയുള്ളൊരു കൃഷി അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുകയാണ്. ആഖിറത്തുക്ക് വേണ്ടിയുള്ള കൃഷി എന്താ ചെയ്തത്? ഈ പള്ളിക്ക് വേണ്ട സ്ഥലം അൽഹംദുലില്ലാഹ് അല്ലാഹു തആല അവരുടെ മാതാപിതാക്കളുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ.
അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും നമ്മുടെയും ഒക്കെ ദുനിയാവും ആഖിറവും എല്ലാം അല്ലാഹു തആല വെളിച്ചമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മുഴുവൻ ഏർപ്പാടുകളിൽ, കച്ചവടങ്ങളിലും, ബിസിനസ്സുകളിലും, മക്കളിലും, കുടുംബങ്ങളിലും, അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളിലും അർഹമുർ റഹീമായ അല്ലാഹ്, ഈ സ്ഥലമില്ലാതെ ഞങ്ങൾക്ക് അന്തരീക്ഷത്തിൽ വള്ളി കെട്ടാൻ കഴിയില്ല. അമ്മുഞ്ഞാജിയും കൂട്ടരും ഒന്നായിട്ട് പൈസ തന്നിട്ടും കാര്യമില്ലല്ലോ. വള്ളി കെട്ടണമെങ്കിൽ ഭൂമി വേണ്ടേ? ആ ഭൂമി തന്നത് ഹാരിസ്കയാണ്. നീ നല്ല ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, നല്ല ഉയർച്ച കൊടുക്കണേ അല്ലാ, എല്ലാ കാര്യത്തിലും ബർക്കത്ത് ചെയ്യണേ അല്ലാ. അമ്മുഞ്ഞാജിന്റെയും ഖബർ സ്വർഗത്തോപ്പാക്കി തരണേ അല്ലാ. മക്കൾക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും എല്ലാ വിഷയങ്ങളിലും നീ ഖൈറും ബർക്കത്തും ചെയ്യണേ അല്ലാ. എനിക്ക് ഇനിയും പ്രസംഗിക്കണമെന്നുണ്ട്. The woods are lovely, dark and deep, but I have promises to keep and miles to go before sleep എന്ന് ഇംഗ്ലീഷ് കവി പണ്ട് പറഞ്ഞിരുന്നു. ഈ കാനനം എത്രമാത്രം സുന്ദരമാണ്. ഇത് എൻജോയ് ചെയ്ത് ഇത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കാനാണ് താല്പര്യം. പക്ഷേ but I have promises to keep and miles to go before sleep. ഞാൻ ഇത്ര സമയമാകുമ്പോൾ നിങ്ങളടുത്ത് വരാം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അവരടുത്ത് എനിക്ക് സമയത്ത് എത്തേണ്ടി വന്നിരിക്കുന്നു. മാത്രമല്ല, ഉറങ്ങുന്നതിന്റെ മുമ്പ് കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ടതുമുണ്ട്. ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഐ ഹാവ് മച്ച് ടു ടെൽ യു, ഇനിയും വളരെയധികം പറവാനുണ്ട്. ബട്ട് യു കുഡ് നോട്ട് ബെയർ ഇറ്റ്, നിങ്ങൾക്കോ വഹിപ്പാനാവില്ല. ആകയാൽ ഞാൻ പോവുകയാണ്. ബാക്കിയുള്ളവർ, ഉള്ളാളത്തുനിന്ന് വന്ന MC ഉസ്താദ് അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ബുർദ പാർട്ടി അവരുടെ അവസരം കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരും അവരുടേതായ സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കും. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങൾ എല്ലാവരെയും വിജയികൾ ഉൾപ്പെടുത്തി തരണേ അല്ലാ. പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആരും ഉൾപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളെ മക്കൾ ഒരുപാട് പരീക്ഷ എഴുതിയവരാണ്. എല്ലാ പരീക്ഷകളും നീ വിജയം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പെൺകുട്ടികൾ, കല്യാണപ്രായമായവർക്ക് നീ നല്ല ഭർത്താക്കന്മാരെ, സാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ കൊടുക്കണേ അല്ലാ. എല്ലാ പരീക്ഷകളിലും അവരെല്ലാം വിജയിപ്പിക്കണേ അല്ലാ. ജീവിതമാകുന്ന പരീക്ഷണത്തിൽ എല്ലാ അർത്ഥത്തിലും വിജയിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ വിദ്യാർത്ഥികളെയൊക്കെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാ. ഈ പള്ളി ഈ നാടിന്റെ അന്തസ്സായി ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത്രയും പറഞ്ഞ് ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.